ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ബിടെക് തുടങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് കംപ്ലീറ്റ് റോഡ് മാപ്പ്, അതും നമ്മുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിന്റെ തുടക്കം, ദ ഫസ്റ്റ് ആൻഡ് ഇനിഷ്യൽ വീഡിയോ ആണ്. ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. നിങ്ങളുടെ ബിടെക് പഠിച്ചിറങ്ങുമ്പോൾ എങ്ങനെ സ്കിൽഡ് ആയിട്ട് ജോബ് മാർക്കറ്റിന് ഡിമാൻഡിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള, നിങ്ങൾ ഇനി ഏത് കോളേജും ആയിക്കോട്ടെ, പ്രൈവറ്റ്, ഓട്ടോണോമസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ആയ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ പോലും പഠിച്ചിറങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ പഠിച്ചാൽ, എങ്ങനെയൊക്കെ എന്തൊക്കെ അറിഞ്ഞാൽ കൃത്യമായിട്ട് നല്ലൊരു കരിയറിലേക്ക്, ആസ്പയറിംഗ് ആയിട്ടുള്ള കരിയറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ വഴി എത്തും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഫോർ KTU സ്റ്റുഡൻസ്, നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇനി അടുത്ത ഓറിയന്റേഷനിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ഇയർ ഒഫീഷ്യലി തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. ആദ്യം തന്നെ KTUക്കാരാണെങ്കിൽ ഒരു ഓണം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഫ്രഷേഴ്സ് ഡേ ഒക്കെ പല കോളേജുകാരും ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് റോഡ് മാപ്പ്? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അക്കാദമിക്സ് മാത്രമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ബിടെക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെ ടൈം ലൈൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ഒന്ന്, KTUവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്ന് അറിയുക. നിങ്ങൾ എടുത്തിട്ടുള്ളത് ബ്രാഞ്ചാണ്, പക്ഷേ ഓരോ ബ്രാഞ്ചിലും ഇപ്പോൾ ഗ്രൂപ്പ് വൈസ് ആണ് KTUവിൻ്റെ സിലബസ്. ഗ്രൂപ്പ് A എന്ന് പറയുന്നത് CS റിലേറ്റഡ് ആണ്, ഗ്രൂപ്പ് B എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്, ഗ്രൂപ്പ് C എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആൻഡ് സിവിൽ. നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ സിലബസ് ജസ്റ്റ് ഒന്നും മനസ്സിലായില്ല എങ്കിൽ സിലബസിലൂടെ പോവുക. സിലബസ് ഉൾപ്പെടെ കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പോഴും ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സിലബസ് മനസ്സിലാക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഡൗട്ടായിരിക്കും, ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം, എത്ര നോട്ട്സ് മേടിക്കണം. നമ്മളൊരു സ്കൂൾ മൈൻഡ് സെറ്റ് ആണ്. അതും പതിയെ പതിയെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങും. പക്ഷേ അതിനു മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബാച്ച് സ്ട്രെങ്ത്തിൽ നിങ്ങളിപ്പോൾ ചെന്ന് ചേർന്നിരിക്കുന്ന കോളേജുകളിൽ നിങ്ങളുടെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഹിസ്റ്ററി, മീൻസ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച്, ചില കോളേജുകൾ ചില ബ്രാഞ്ചിന് വളരെ ഫേമസ് ആയിരിക്കും. ഇപ്പോൾ CET എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചുകൾക്കും ഫേമസ് ആയിട്ടുള്ള ടോപ്പ് കോളേജുകളാണ്. പക്ഷേ അടൂർ പോലുള്ള, ഫോർ എക്സാമ്പിൾ അടൂർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചൊക്കെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിന് ഏതെങ്കിലും തരത്തിലുള്ള അക്രഡിറ്റേഷൻ, റെപ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങളുടെ ബ്രാഞ്ചിനെ കുറിച്ച് ഏകദേശ ഒരു ധാരണ വന്നു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ഓരോ സബ്ജക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അതിനു മുമ്പ് തന്നെ KTUവിൻ്റെ 2024 സ്കീമിലെ വളരെ പ്രധാനപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ എന്താണ് ഇയർ ബാക്ക്, എന്താണ് ആക്ടിവിറ്റി പോയിന്റ്, ഗ്രേസ് മാർക്ക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലെ മിനിമം അറ്റൻഡൻസ് ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് സപ്ലി, എന്താണ് സപ്ലി, എന്താണ് CGPA, എന്താണ് SGPA, ഇത്തരത്തിലുള്ള ബേസിക് ടെർമിനോളജീസ് ആഫ്റ്റർ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഫസ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, മാൻഡേറ്ററി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അറ്റൻഡൻസ് തന്നെയാണ്. രണ്ടാമത് ഓരോ വിഷയത്തിനും നിങ്ങൾ വെയിറ്റേജ് കൊടുക്കണം. അതായത് +2 വരെ പഠിച്ചു വന്ന പോലെ എല്ലാ സബ്ജക്റ്റും കുത്തിയിരുന്ന് അല്ലെങ്കിൽ എല്ലാ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് KTUവിൻ്റെ സിലബസിൽ നിന്ന് തന്നെ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ്സ് ഉണ്ട്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റേജ് ആണ്. അപ്പോൾ വെയിറ്റേജ് കൂടിയ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ട്യൂഷന് പോകണോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് എക്സ്റ്റേണൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇത് ചെയ്യണോ, ഏറ്റവും നല്ല യൂട്യൂബ് ലിങ്ക്സ് ഏതൊക്കെയാണ്, ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠനം മാത്രമല്ല, എത്രയൊക്കെ സ്കോളർഷിപ്പ് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് അപേക്ഷിക്കാൻ പറ്റുമോ അത്രയൊക്കെ അങ്ങ് അപേക്ഷിക്കുക. ഗവൺമെന്റ് റിലേറ്റഡ് ഒരു സ്കോളർഷിപ്പ് ഒരു വിദ്യാർത്ഥിക്ക് പറ്റുള്ളൂ, അല്ലാത്ത പ്രൈവറ്റ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ് CETയിലെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സീരീസ് 1 ആൻഡ് സീരീസ് 2 ഉണ്ട്. അതിന് ഇന്റേണൽ മാർക്കും ഉണ്ട്, എക്സ്റ്റേണൽ മാർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക. സീരീസ് എക്സാംസിന് മുമ്പ് ഏതൊക്കെ പോർഷൻസ് ആണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഞാൻ വളരെ സ്കാറ്റേർഡ് ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കോളേജിനെയും കോഴ്സിനെയും കുറിച്ച് അറിയണം, സിലബസിനെ കുറിച്ച് അറിയണം, എന്നിട്ട് സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് അക്കാദമിക്സിലേക്ക് വന്ന് വെയിറ്റേജ് നോക്കി പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ
അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ പല ഓറിയന്റേഷനുകൾ കോളേജിൽ നടക്കും. ഇപ്പോൾ NSS ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള IEDC, IE, AICC പോലുള്ള നിരവധി ബ്രാഞ്ച് റിലേറ്റഡ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിലെല്ലാം പോയി പങ്കെടുത്തിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ അതിലെല്ലാം നിങ്ങൾ സ്റ്റുഡൻറ് മെമ്പർ ആവുക. അതായത് കൾച്ചറൽ ആൻഡ് നോൺ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റഡിക്ക് വേണ്ടിയുള്ള ടൈമിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ടൈം കൂടി കണ്ടുപിടിക്കുക. എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ S1ലും S2ലും തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു മേഖല കണ്ടുപിടിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ CSE പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കോഡിംഗ് ആയിരിക്കും. കോഡിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ബേസിക്സ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ബയോമാക്സ് എടുത്ത് വന്ന് CS പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പോഴേ ബേസിക്സ് ബിൽഡ് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രി എക്സ്പോഷറിനനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴേ IB പോകണമെന്ന് ഞാൻ പറയില്ല, ഇപ്പോഴേ ഇന്റേൺഷിപ്പിന് വേണ്ടി അലഞ്ഞു നടക്കണമെന്നൊന്നുമില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള സമയമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് തല ഉണ്ടാക്കരുത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾ ഏത് കോളേജിൽ വയ്ക്കട്ടെ, ഇപ്പോഴേ അതിനുള്ള ടൈമാണ്. സോ ഈ രീതിയിലുള്ള ബേസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇനി S1ന്റെയും S2ന്റെയും കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മൾ വരും. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.